നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സുശീല അനുപമയെ മത്സരിപ്പിക്കാതിരിക്കാനുള്ള നീക്കങ്ങളൊക്കെ ഉള്ളിലൂടെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ നിങ്ങളുടെ മുന്നിൽ അവൾ പെരുമാറുന്നത് അനുപമയെ ജയിപ്പിക്കാൻ വേണ്ടി പാടുപെടുന്നു എന്ന രീതിയിലല്ലേ? അതെ, ജോത്സ്യരെ പോയി കണ്ടതുപോലും അതിന്റെ ഭാഗമാണെന്നല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുവച്ചാ? അതെ. ഇനി ആ വാക്ക് ധിക്കരിച്ച് നീ നോമിനേഷൻ കൊടുത്താലും സുശീലയുടെ വിശ്വാസം ഉറപ്പിക്കാൻ അവൾ എന്തു ചെയ്തും നിന്നെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കും. മറിച്ച് സുശീലയുടെ അഭിപ്രായം മാനിച്ച് നീങ്ങിയ അനുപമയെ ജയിപ്പിക്കേണ്ടത് സുശീലയുടെ ആവശ്യമായി മാറും. പക്ഷെ അച്ഛാ, നോമിനേഷൻ കൊടുക്കുന്ന ലാസ്റ്റ് ഡേറ്റിലേക്ക് മാറ്റിവെച്ചാ അതിനുള്ളിൽ അമ്മ എന്തെങ്കിലും ചെയ്ത് അനുവിന്റെ നോമിനേഷൻ തടയില്ലെന്ന് എന്താ ഉറപ്പ്? അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇനി സൂക്ഷിക്കണം. ഇനിയുള്ള ഓരോ ചുവടും കരുതലോടെ തന്നെ മുന്നോട്ട് വെച്ചാൽ സുശീലയ്ക്ക് നിങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. അനുപമ ഒരു പാർട്ടി തീരുമാനിച്ച സ്ഥാനാർത്ഥിയാണ്. പ്രബലമായ ഒരു പാർട്ടിയുടെ പിൻബലമുള്ളപ്പോൾ ഒരു വ്യക്തി വിചാരിച്ച അവരുടെ സ്ഥാനാർത്ഥിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്താൽ പിന്നെ അത് പാർട്ടി നോക്കിക്കോളും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, തൽക്കാലം സുശീലയുമായിട്ടൊരു മത്സരത്തിന് നിൽക്കാതെ അവളെ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോയി അനു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കണമെന്നാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ തെരഞ്ഞെടുപ്പിൽ അനു ജയിച്ചാൽ സുശീല അതോടെ 10 മടക്കും. സുശീലയെ പോലെയുള്ളവര് അധികാരമുള്ള ആളുകളോട് അടുക്കാനേ ശ്രമിക്കും. അകലാൻ അവര് ധൈര്യപ്പെടില്ല. അതല്ല ഇന്ദ്രേട്ടാ, എന്താ ഇന്ദ്രേട്ടന്റെ അഭിപ്രായം? നമ്മള് അച്ഛൻ പറയുന്ന പോലെ ചെയ്യാവുന്ന തീരുമാനത്തിലല്ലേ ഇതുവരെ വെയിറ്റ് ചെയ്തത്. നമുക്കിപ്പോൾ തന്നെ പാർട്ടി ഓഫീസിൽ പോയി നോമിനേഷൻ 3-ാം തീയതിയിലേക്ക് മാറ്റാൻ പറയാം. എങ്കിൽ പിന്നെ താമസിക്കേണ്ട മക്കളെ. അവരൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ പോയി നിങ്ങളുടെ തീരുമാനം അറിയിക്കാം. ശരി അച്ഛാ, ഞങ്ങള് തീരുമാനം അറിയിക്കാം. ആ ചായ തണുത്തും കുടിക്കരുത്. അച്ഛൻ പഞ്ചരത്നത്തിലേക്കല്ലേ? അല്ല മോളെ, പഞ്ചരത്നത്തിലേക്ക് ഇനി കുറച്ചുനാൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ.